ആയിരത്താണ്ടുകളുടെ സമര പാരമ്പര്യമാണ് ഫ്രാൻസ് എന്ന യൂറോപ്പിലെ പ്രമുഖ രാജ്യത്തിന് പറയുവാനുള്ളത്. ബൂർബൻ രാജവംശവും നെപ്പോളിയനും ഫ്രാൻസിനെ ഒരു സൈനിക ശക്തിയാക്കി വളർത്തിയെടുത്തപ്പോൾ റൂസോയും വോൾട്ടയറും പാരീസിനെ യൂറോപ്പിന്റെ ധൈഷ്ണിക തലസ്ഥാനമായി ഉയർത്തി. ലണ്ടൻ കപ്പലോട്ടത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ കലയും സംസ്കാരവും പാരീസിൽ കേന്ദ്രീകരിച്ചു. സിനിമയ്ക്കുള്ള സീസർ പുരസ്കാരം നൽകുന്നതും ഫ്രാൻസാണ്. 1880 ഫ്രഞ്ച് വിപ്ലവത്തിന്റെ 100ാം വാർഷികാഘോഷത്തിനായാണ് ഈഫൽ ടവർ പണിതുയർത്തിയത്. 1665 ഫ്രഞ്ച് പ്രധാനമന്ത്രി കോൾബർട്ടിന്റെ ആശയമായി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിറവിയെടുത്തു. 1778 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് ഫ്രാൻസ് ബ്രിട്ടനോട് യുദ്ധം പ്രഖ്യാപിച്ചു. സ്പെയിനും ഹോളണ്ടും ഫ്രാൻസിനൊപ്പം കൂടിയെങ്കിലും യുദ്ധച്ചെലവിന്റെ ഭൂരിഭാഗവും ഫ്രാൻസ് ഒറ്റയ്ക്ക് ചുമക്കേണ്ടി വന്നു. ഫ്രഞ്ച് ഖജനാവ് കാലിയായപ്പോൾ കടമെടുത്തും ലൂയി അമേരിക്കൻ കോളനികൾക്ക് സഹായമെത്തിച്ചു. യുദ്ധം ബ്രിട്ടൻ തോറ്റു. പക്ഷേ ഫ്രഞ്ച് സർക്കാർ പാപ്പരായി. നികുതികൾ 10 മടങ്ങ് വർദ്ധിച്ചു. എങ്കിലും സമ്പത്തിന്റെ സിംഹഭാഗവും കയ്യാളിയിരുന്ന പുരോഹിതവർഗവും എല്ലാ നികുതികളിൽ നിന്നും ഒഴിവായിരുന്നു. എല്ലാ നികുതികളും തേർഡ് എസ്റ്റേറ്റ് എന്നറിയപ്പെട്ടിരുന്ന സാധാരണ ജനം നൽകേണ്ടതായി വന്നു. സമ്പന്നർ കൂടുതൽ സമ്പന്നരായും ദരിദ്രർ കൂടുതൽ ദരിദ്രരായും മാറി. 1789 ജൂൺ 20 ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ച ജനം ചക്രവർത്തിക്കെതിരെ ജനമുന്നേറ്റത്തിന് ആഹ്വാനം നൽകി. വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ എന്നിവരുടെ രചനകൾ വിപ്ലവത്തിന് അഗ്നി പകർന്നു. റൂസോയുടെ സോഷ്യൽ കോൺട്രാക്ട് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ ആയി വ്യാഖ്യാനിക്കപ്പെട്ടു. ജൂലൈ 14 ബാസ്റ്റിൽ കോട്ട വീണു. റോംബസ്പിയറും ബിഡോവനും നയിച്ച ജാക്കോബിൻ വിഭാഗവും ഗിറോഡിയന്മാരും ലൂയി ചക്രവർത്തിക്കെതിരെ തിരിഞ്ഞു. 1772 ഓഗസ്റ്റ് 10 ലൂയി 16 തടവുകാരനായി. 1793 ജാനുവരി 10 ചക്രവർത്തിയെയും പത്നി മേരി ആന്റോണിറ്റിയെയും ഗില്ലറ്റിൻ ചെയ്തു വധിച്ചു. A wave of women break into the royal palace screaming for the blood of the queen. They massacre the guards, decapitate them, and impale their heads on pikes. They were like banshees screaming throughout the palace, give me her entrails, give me her head, I want a leg, I want an arm. I think that they had grown so frenzied that if they had encountered her, they probably would have torn her to pieces. Terrified for her life, Marie escapes to Louis's apartments only moments before the women break into her chambers and tear her bed to shreds. The king and queen are now at the mercy of the mob, and what the mob wants is a little attention from their king. ഇതോടെ ഇംഗ്ലണ്ട്, സ്പെയിൻ, ഹോളണ്ട്, റഷ്യ എന്നീ രാജ്യങ്ങൾ ഫ്രാൻസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. വിപ്ലവ സേനയുടെ ജനറൽ ആയി നെപ്പോളിയൻ ബോണപ്പാർട്ട് അവരോധിതനായി. 1794 നെപ്പോളിയൻ സഖ്യസേനയെ പരാജയപ്പെടുത്തി. 1794 ജൂലൈ 28 വിപ്ലവ നേതാവ് റോംബസ്പിയർ ഗില്ലറ്റിൻ ചെയ്യപ്പെട്ടു. I think we should sign in the name of the people. And he was about to become the final victim of his own bloody reign of terror. What happened next to Robespierre is still not fully known. 2 shots were fired, and one hit him flush in the mouth. A badly wounded Robespierre was ultimately finished off by the guillotine, but arguments about the man still rage. Had his revolution created the modern world or betrayed it? രാജാധികാരം ദേവദത്തമാണെന്ന വാദത്തെ മോണ്ടസ്ക്യൂ തള്ളിപ്പറഞ്ഞു. രാജ്യത്തിന്റെ 1/5 ഭൂമിയും കൈയടക്കി വെച്ചിരുന്ന ചർച്ച് ജനങ്ങളുടെ ശത്രുവായി. 1792 സെപ്റ്റംബർ 22 ഒന്നാം ഫ്രഞ്ച് റിപ്പബ്ലിക് സ്ഥാപിതമായി. മതത്തിലെ വിശുദ്ധ തൃത്വം അസംബന്ധമാണെന്ന് വോൾട്ടയർ പരസ്യമായി പറഞ്ഞു.
ഫ്രാൻസിന്റെ അധികാരം 5 ഡയറക്ടർമാരിലേക്കും ഒടുവിൽ നെപ്പോളിയൻ എന്ന ഒരു വ്യക്തിയിലേക്കും മാറ്റപ്പെട്ടു. ഡസൻ കണക്കിന് പത്രങ്ങൾ നിർത്തലാക്കപ്പെട്ടു. 1804 നെപ്പോളിയൻ ഫ്രഞ്ച് ചക്രവർത്തിയായി അധികാരം ഏറ്റെടുത്തു. 1815 ജൂൺ 18 വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയൻ പരാജിതനായി. 1848 ഡിസംബറിൽ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റായി നെപ്പോളിയന്റെ അനന്തരവൻ ലൂയി ബോണപ്പാർട്ട് അധികാരമേറ്റു. 1851 ഡിസംബറിൽ അട്ടിമറിയിലൂടെ റിപ്പബ്ലിക് ഇല്ലാതെയായി. ലൂയി ബോണപ്പാർട്ട് നെപ്പോളിയൻ മൂന്നാമൻ എന്ന പേരിൽ ഫ്രഞ്ച് ചക്രവർത്തിയായി. 1870 സെപ്റ്റംബർ 2 സൈഡർ യുദ്ധത്തിൽ ഫ്രാൻസ് പ്രഷ്യയോട് തോറ്റു. വീണ്ടും വിപ്ലവം നടന്നു. 1871 മാർച്ച് 18 പാരീസ് കമ്മ്യൂൺ നിലവിൽ വന്നു. 1958 ജൂണിൽ ചാൾസ് ഡി ഗാൾ ഫ്രാൻസിൽ 5ാം റിപ്പബ്ലിക് സ്ഥാപിച്ചു. പ്രസിഡന്റിന് അസാധാരണവും വിപുലവുമായ അധികാരങ്ങൾ നൽകപ്പെട്ടു. യൂറോപ്യൻ ഭൂഖണ്ഡത്തിലുള്ള ഫ്രാൻസിനെ മെട്രോപൊളിറ്റൻ ഫ്രാൻസ് എന്ന് വിളിക്കുന്നു. ഇത് 22 റീജിയനുകൾ അടങ്ങിയതാണ്. ഇതുകൂടാതെ 4 ഓവർസീസ് റീജിയനുകൾ ഉണ്ട്. ഫ്രഞ്ച് ഗയാന, ഗ്വാദലൂപ്പ് ദ്വീപ്, മാർട്ടിനിക് ദ്വീപ്, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ റീയൂണിയൻ ദ്വീപുകൾ, കളക്റ്റീവ് എന്നറിയപ്പെടുന്ന 3 ദ്വീപുകൾ ഇവയൊക്കെ ചേർന്നതാണ് റിപ്പബ്ലിക് ഓഫ് ഫ്രാൻസ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള രാജ്യം. അതിവിസ്തൃതമെങ്കിലും വെറും 24 ലക്ഷം മാത്രമായിരുന്നു ടിബറ്റിലെ ജനസംഖ്യ. ഒറ്റനോട്ടത്തിൽ ചൈനീസുമായി സാമ്യം തെറ്റിദ്ധരിക്കുമെങ്കിലും സംസ്കൃതവുമായും ആദിബ്രാഹ്മിയുമായും അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന അക്ഷരമാലയിൽ അധിഷ്ഠിതമായ ഒരു സ്വതന്ത്ര ഭാഷയാണ് ടിബറ്റൻ. ചാന്ദ്ര കലണ്ടർ ഉപയോഗിക്കുന്ന ടിബറ്റൻ ബുദ്ധഭിക്ഷുക്കൾക്ക് സംസ്കൃതം നിർബന്ധ പാഠവിഷയമാണ്. ടിബറ്റിന്റെ താന്ത്രിക ഭാഷയും സംസ്കൃതമാണ്. Today, the community has grown to 200 with the inclusion of novices between the ages of 7 and 14 who are being trained to succeed the older monks. സർവവും പരിത്യജിച്ച ശ്രീബുദ്ധൻ മോക്ഷവും പരിത്യജിച്ചു എന്ന സങ്കല്പമാണ് വജ്രായാനത്തിന്റെ അടിസ്ഥാനം. ജീവജാലങ്ങളോടുള്ള കാരുണ്യം കാരണം മോക്ഷം പരിത്യജിച്ച ബുദ്ധൻ സംസാര ചക്രത്തിൽ വീണ്ടും വീണ്ടും അവതരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ബുദ്ധനത്രേ ദലൈ ലാമ. Close behind the palanquin follow cabinet ministers and the Dalai Lama's personal tutors. Along the roadside are government officials in ancient costumes dating back to the early kings of Tibet and worn only on very special occasions. At wayside stops, representatives from the area wait to greet the Dalai Lama. Ganden Monastery is about 40 miles east of Lhasa. From this point on, the terrain becomes steep, and palanquin gives way to a more practical kind of transportation. Ganden Monastery, founded by Tsongkhapa in 1409, is the third largest monastery in Tibet, housing 3,300 monks. It is an established tradition for all visiting Dalai Lamas to dismount and prostrate themselves before the golden mausoleum in which the mortal remains of Tsongkhapa are preserved. Tsongkhapa literally means the man from Onion Land, which is descriptive of his humble beginnings. But he was to become one of the greatest scholars of Tibet, revered as the founder of the Gelugpa sect.
ദലൈലാമ ടെൻസിംഗ് ഗ്യാസ്റ്റോ 14ാമത്തെ അവതാര ബുദ്ധനായി ഗണിക്കപ്പെടുന്നു. ലാസയിൽ 13 നിലകളിലായി പണിത പൊട്ടാല പാലസാണ് ടിബറ്റൻ സർക്കാരിന്റെ ആസ്ഥാനം. ടിബറ്റിലെ ഏക ജയിലും ഇവിടെയായിരുന്നു. 30 അടി ഉയരമുള്ള കൊട്ടാരത്തിലെ കല്ലറകളിൽ 7 ലാമമാരെ അടക്കം ചെയ്തിട്ടുണ്ട്. 5000 വർഷം പഴക്കമുള്ള കൈയെഴുത്ത് രേഖകൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. 1950-ൽ ചൈനീസ് ആക്രമണം ഉണ്ടായപ്പോൾ ദലൈലാമയെ അതിസാഹസികമായി രക്ഷപ്പെടുത്തി ഇന്ത്യയിൽ എത്തിച്ചു. അമിതാഭ ബുദ്ധന്റെ അവതാരവും ടിബറ്റിലെ ആധ്യാത്മിക ശ്രേണിയിൽ 2ാമനുമായ പഞ്ചൻ ലാമ ചൈനീസ് തടവിൽ അന്തരിച്ചു. 11ാമത് പഞ്ചൻ ലാമ 6 വയസ്സ് മുതൽ ചൈനയുടെ തടവിൽ കഴിയുന്നു. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രീയ തടവുകാരനായി. 1998ഓടെ 3ാമനായ കർമാപ ലാമയും ഇന്ത്യയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. 1989-ൽ ദലൈലാമയ്ക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. The Prime Minister of Norway, members of Parliament and the diplomatic corps, and special guests from all over the world attended the ceremony. In accordance with tradition, His Majesty the King and the royal family were the last to arrive. Your Holiness, today, the 10th of December, you shall be awarded the Nobel Peace Prize. And I think it is a matter of significance that this day also is the birthday of the United Nations Declaration of Human Rights. Could anything be more appropriate than to celebrate this day by giving the Peace Prize to you, to a man now recognized all over the world as one of the most prominent spokesmen for the human rights as the very foundation for a true, just, and lasting peace. And accordingly, I now call upon Your Holiness, the 14th Dalai Lama. Will you please enter the podium and receive the Nobel Peace Prize for 1989 with a gold medal and the diploma. അപ്പർ ടിബറ്റ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ തന്നെ അരുണാചൽ പ്രദേശ് എന്ന പേരിൽ ഇന്ത്യയിൽ ലയിച്ചിരുന്നു. പക്ഷേ ഇന്നും ഈ പ്രദേശങ്ങൾ ഒക്കെയും തങ്ങളുടെ ഭൂപടത്തിന്റെ ഭാഗമായാണ് ചൈന കാണിക്കാറുള്ളത്.
ടിബറ്റ് അധിനിവേശത്തിനെതിരെ സമാധാനപരമായ പ്രതിഷേധങ്ങളെ ഉരുക്കുമുഷ്ടി കൊണ്ടാണ് ചൈന എന്നും അടിച്ചമർത്തിയിരുന്നത്. പരസ്യമായി ഒരുക്കുന്ന ചിതകളിൽ സ്വയം എരിഞ്ഞു തീർന്നും തൂക്കുമരങ്ങളെ പുഞ്ചിരിയോടെ നേരിട്ടും ഒരു കൂട്ടം സന്യാസിമാർ മഞ്ഞ മനുഷ്യന്റെ ദുരാഗ്രഹത്തെ വെല്ലുവിളിക്കുന്നു. സ്വന്തം നാട് നഷ്ടപ്പെട്ട 1 ലക്ഷത്തോളം പേർ ഇന്നും ഇന്ത്യയിൽ അലഞ്ഞു നടക്കുന്നു. രാജ്യമില്ലാത്ത ടിബറ്റൻ പ്രവാസ ഗവൺമെന്റും അധികാരമില്ലാത്ത ടിബറ്റൻ സ്വയംഭരണ ഗവൺമെന്റും പത്മസംഭവനെ പ്രാർത്ഥിച്ചും ധേരവാദ മന്ത്രങ്ങൾ ചൊല്ലിയും മഞ്ഞ മനുഷ്യന് മനമാറ്റമുണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. ആയുധം ഉപയോഗിക്കാൻ അറിയാത്തതിന്റെ പേരിൽ മാത്രം ആട്ടിയോടിക്കപ്പെട്ട ജനത ഇന്നും കാത്തിരിക്കുന്നു. ഒരു നാൾ എന്റെ നാടും സ്വതന്ത്രമാവും. റഷ്യയ്ക്കും ചൈനയ്ക്കും ഇടയിലെ ഒരു വലിയ പീഠഭൂമിയായിരുന്നു പരമ്പരാഗത മംഗോളിയൻ രാഷ്ട്രം. Тэд намайг бүх Монголыг нэгтгэх хүсэлтэйг мэдцгээж байна. പക്ഷേ രാഷ്ട്രത്തിന്റെ പകുതി ഇന്ന് റഷ്യയിലും ചൈനയിലുമായി നഷ്ടപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും വലിയ ലാൻഡ് ലോക്ക് രാജ്യമാണ് മംഗോളിയ. പക്ഷേ ജനസംഖ്യ വെറും 28 ലക്ഷം മാത്രം. കടുത്ത ശൈത്യം അനുഭവപ്പെടുന്നതിനാൽ വർഷത്തിൽ 2-3 തവണ മാത്രമാണ് മംഗോൾ ജനത കുളിക്കുകയോ വസ്ത്രം മാറുകയോ ചെയ്യുന്നത്. 20-ാം നൂറ്റാണ്ട് വരെയും ബാർട്ടർ സമ്പ്രദായം നിലനിന്നിരുന്ന രാജ്യമാണ് മംഗോളിയ. 12-ാം നൂറ്റാണ്ടിൽ തന്റെ സ്വർണ്ണപ്പടയുമായി ഡാന്യൂബ് വരെ പടയോട്ടം നടത്തിയ ചെങ്കിസ് ഖാൻ പടിഞ്ഞാറൻ ആക്രമണകാരികൾ അടച്ചിട്ട ബുദ്ധവിഹാരങ്ങൾ ഒന്നൊന്നായി തുറപ്പിച്ചു. 17-ാം നൂറ്റാണ്ടോടെ ടിബറ്റൻ ബുദ്ധിസം മംഗോളിയയിൽ പ്രബലമായി. ആധ്യാത്മിക നേതാവ് ദലൈലാമ എന്ന പേരിൽ തന്നെ രാഷ്ട്രീയ അധികാരിയുമായി. വിപ്ലവകാലത്ത് ആത്മീയാചാര്യൻ മരിച്ചതോടെ മംഗോളിയ റിപ്പബ്ലിക്കായി മാറി. 1991 സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ മംഗോളിയയുടെ പ്രധാന വരുമാന സ്രോതസ്സും രക്ഷാകർത്താവും അപ്രത്യക്ഷമായി. 1996 ലോക വ്യാപാര സംഘടനയിൽ മംഗോളിയ അംഗമായി.